ഇപ്പൊ സിൽവർ ലൈൻ എന്ന് പറഞ്ഞ് നാട് മുഴുവൻ മഞ്ഞക്കുറ്റി സ്ഥാപിച്ച് ഏതാണ്ട് 75 കോടി രൂപ ചെലവിട്ടു. ഇപ്പൊ ആ മഞ്ഞക്കുറ്റിയൊക്കെ പിഴുതെടുക്കാൻ വേണ്ടിയിട്ട് കുറെ പണം ചെലവിടാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊന്നും പിണറായി വിജയന്റെ തറവാട്ടെന്ന് കൊണ്ടുവരുന്ന പണമല്ല. ഇതൊക്കെ ഈ നാട്ടിലെ സാധാരണ നികുതിദായകൻ, ആ നികുതിദായകൻ നൽകുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ പണം മുഴുവൻ ചെലവാക്കാൻ പോകുന്നത്. അതുപോലെ ഒരാൾക്കും പ്രയോജനപ്പെടുത്താത്ത, ഒരു സാധുതയുമില്ലാത്ത ഒരു കാർഡ് നൽകുന്നു എന്നുള്ള പ്രഖ്യാപനം, ആ പ്രഖ്യാപനം ഇതുപോലെ ആരെങ്കിലുമായിട്ട് കരാറുണ്ടാക്കി ആ കരാറിന്റെ ഒരു അംശം വരുന്ന തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ തുടക്കമായിട്ടാണോ ഈ പ്രഖ്യാപനം ഇന്നലെ നടന്നത് എന്നുള്ള ആശങ്ക ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. കാരണം ഈ സർക്കാർ ഇതുപോലെ നടത്തിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ നികുതിദായകന്റെ പണം നഷ്ടപ്പെടുത്തുന്ന തീരുമാനങ്ങൾ, നികുതിദായകന്റെ കീശ കാലിയാക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ഒരു സർക്കാരാണ്. മഞ്ഞക്കുറ്റി അതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്.